الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അവൻ നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് പിശാചിനെയാണ്. ഇന്നഹു അദുവ്വുൻ മുബീൻ, പിശാച് വളരെ വ്യക്തമായ നിങ്ങളുടെ ശത്രുവാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ ശത്രു ആരായിക്കൊള്ളട്ടെ അവനെ സൂക്ഷിക്കുക എന്നത് അവൻ്റെ ഏറ്റവും പ്രഥമമായ ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് പല സ്കാം കോളുകളും നമുക്ക് വരാറുണ്ട്. ചില ലിങ്കുകൾ വരും, അത് ക്ലിക്ക് ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ എല്ലാ ബാലൻസും നഷ്ടപ്പെട്ടു പോകുന്ന ചില സ്കാമുകൾ നമുക്ക് പരിചയമുണ്ട്. അതിനെതിരെ അലേർട്ട് ചെയ്തുകൊണ്ട് പല വീഡിയോസും നമ്മൾ കാണാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ദുനിയാവിൻ്റെ മിച്ചം മാത്രമല്ല ആഖിറത്തിൻ്റേത് കൂടി നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ ശത്രുവാണ് പിശാച്. ആ പിശാചിനെ നിന്നും സൂക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വരെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഖുർആൻ ആദ്യം ശത്രു ആരാണെന്ന് പരിചയപ്പെടുത്തി, ആ ശത്രുവിന്റെ തന്ത്രം എന്താണ് എന്നുകൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അത്തരത്തിൽ പിശാചിന്റെ 10 തന്ത്രങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത്, പിശാച് മനുഷ്യന് മറവി കൊടുക്കുമെന്നാണ്. ഖുർആനാണ് ഈ പറയുന്നത്. മുഴുവൻ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി തരികയാണ്. എന്തിന്? മനുഷ്യൻ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. മനുഷ്യന് പിശാച് മറവി കൊടുക്കും. പലപ്പോഴും നമ്മൾ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറന്നുകൊണ്ടിരിക്കാറുണ്ട്. നമ്മൾ പല ദുആ ദിക്റുകൾ പഠിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാൽ ഇന്ന ദുആ ചെയ്യണം, ഇന്ന ദിക്റുകൾ പറയണം, ബാങ്ക് കൊടുത്താൽ, വുളൂ ചെയ്താൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോവാണ്. ഒരുപക്ഷെ 1-2 തവണ ശ്രമിക്കും, നമ്മൾ മറന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും അത് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ഒഴിവാക്കും. എത്രത്തോളം നമസ്കാരം പോലും ചില മനുഷ്യർ മറക്കുന്നുണ്ടല്ലോ. ബാങ്ക് കൊടുത്തു നമസ്കരിക്കാമെന്നൊക്കെ കരുതി അസറിന്റെ ബാങ്ക് കേട്ടതാണ്, മഗ്‌രിബ് ആകുമ്പോഴാണ് ബോധം വന്നത്. ആ നമസ്കാരം തന്നെ കടന്നു പോകുന്നില്ലേ? പിശാച് ഒന്നാമതായി മനുഷ്യന് മറവി നൽകും. രണ്ടാമത്തത്, ഏറ്റവും സെൻസേഷനായ സിറ്റുവേഷനിൽ, ഏറ്റവും തിന്മ നിറഞ്ഞ ഒരു സിറ്റുവേഷനിൽ മനുഷ്യൻ ഇങ്ങനെ തിന്മയുടെ വക്കത്ത് നിൽക്കുകയാണെങ്കിൽ പിശാച് വളരെ തന്ത്രത്തിൽ അവനെ പിടിച്ച് ആ തിന്മയിലേക്ക് അങ്ങ് വലിച്ചിടും. വളരെ അപകടമാണ്. ഒരു മനുഷ്യൻ ഒരുപക്ഷെ ആ തിന്മയുമായി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയമായിരിക്കും, അത് ചെയ്യരുത് എന്ന ആഗ്രഹമുള്ള മനുഷ്യനായിരിക്കും. പക്ഷേ പിശാച് വളരെ സൂത്രത്തിൽ അവനെ പിടിച്ച് അതിലേക്ക് സ്ലിപ്പ് ചെയ്യിപ്പിക്കുക. വിശുദ്ധ ഖുർആനാണ് ഇത്. ഈ പ്രയോഗമൊക്കെ, ഓരോ പ്രയോഗവും പിശാചിന്റെ ടാക്ടിക്സ് ആണ്. അത് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. പിശാച് പതിയെ മനുഷ്യൻ അതിലേക്ക് ഇങ്ങനെ വലിച്ചിടും. ഇപ്പൊ ന്യൂ ഇയർ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും സെലിബ്രേഷൻ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നവരായിരിക്കും. എന്തെങ്കിലും ഹറാമ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ആളുകളായിരിക്കില്ല.
പക്ഷേ അവൻ വിചാരിക്കാത്ത ഹറാമിലേക്ക് അവൻ ചെന്ന് പെടുന്നുണ്ട്. ഫൻസലഖ ശൈത്താൻ. ഖുർആൻ ഒരു കഥ സൂറത്തുൽ അറാഫിൽ നമുക്ക് പറഞ്ഞുതരാണ്. വതുലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ആയാതിനാ. പ്രവാചകരെ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു പണ്ഡിതൻ വഴിതെറ്റിപ്പോയതിന്റെ കഥയാണ് ഈ പറയുന്നത്. ഫൻസലഖ ശൈത്താൻ. പിശാച് അവനെ പതിയെ വലിച്ച് തിന്മയിലേക്ക് അവനെ ഇട്ടു. ഫഅത്ബഅഹു ശൈത്താൻ. തിന്മ അവന് നോർമലാണ് എന്ന് കണ്ടതോടുകൂടി പിശാച് അവന്റെ പിറകിലേക്ക് അങ്ങ് കൂടി. ഫകാന മിനൽ ഗാവീൻ. പിന്നെ അവൻ ഇതുവരെ നന്മ കണ്ടിട്ടില്ല. പിന്നെ അവൻ ചെയ്യുന്നതൊക്കെ തിന്മയായിരുന്നു. ഒരു ഖുർആൻ പറയാണ്, വലോ ശിഅ്നാ ലറഫഅനാഹു ബിഹാ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവനെ നല്ല പണ്ഡിതനാക്കി മാറ്റാമായിരുന്നു. ഖുർആൻ കേൾക്കുന്നവനാണ്, ജുമാക്ക് കൃത്യമായി വരുന്നവനാണ്, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ തിന്മയിലേക്ക് വരുമ്പോൾ അവൻ ആ തിന്മയുമായി അവൻ നോർമലൈസ് ചെയ്തു പോവാണ്. അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാഹു. അവന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും വഴിപ്പെട്ട് അവൻ ജീവിച്ചു. അവൻ ഏതുപോലെയാണെന്നും കൂടെ ഖുർആൻ പറയുന്നുണ്ട്. മസലുഹു കമസലിൽ കൽബ്. ഖുർആൻ പറയുന്നു, മസലുഹു കമസലിൽ കൽബ്. അവനൊരു നായയെ പോലെയാണ്. ഇതഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്. നീ ഒരുപക്ഷെ നായയെ ആട്ടി വിട്ടാലും ആ നായ നാവ് പുറത്തിട്ടുകൊണ്ട് കിതച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ അവനെ വെറുതെ വിട്ടാൽ ആ നായ വെറുതെ വിട്ടു, അല്ലെങ്കിൽ നീ മടിയിലിരുത്തി ഫുഡ് കൊടുത്തു, എന്നാലും നായ കിതച്ചുകൊണ്ടിരിക്കും. എന്നവനെ പോലെ ഈ തിന്മ ചെയ്യുമ്പോൾ എന്തെങ്കിലും നൈമിഷികമായ സുഖം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ തിന്മ ചെയ്യുന്നത്. പക്ഷെ ആ സുഖം ഇതുവരെ അവന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ചെയ്യും അല്ലെ? നമ്മൾ അങ്ങനെയാണല്ലോ. എന്ന് പറഞ്ഞിട്ട് മുസ്തഫ ലുത്ഫി മൻഫലൂത്തി ഒരു നെസർ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കോപ്പ എന്നാണ്. ഒന്നാമത്തെ കോപ്പ കുടിക്കുമ്പോൾ അതോടുകൂടി രസമെല്ലാം അനുഭവിച്ചു കഴിയും എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അവൻ ആ രസം അനുഭവിച്ചിട്ടില്ല, എന്നാൽ ലഹരിയിൽ മുഴുകിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ അങ്ങനെയാണ്. പിശാച് വളരെ പതിയെ അവനെ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ അത്തരം കഥകൾ പറഞ്ഞു കൊടുക്കണം, മനുഷ്യർ അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിക്കട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്. രണ്ടാമത്തത്, തിന്മയുടെ ഏറ്റവും സിറ്റുവേഷനിലേക്ക് പോയാൽ അതിലേക്ക് തള്ളിയിടും എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകരുത്. അതുകൊണ്ടല്ല വലാ തഖറബു സിന, നിങ്ങൾ സിന ചെയ്യരുത് എന്ന് ഖുർആൻ പറയുന്നില്ല. കാരണം അതിന്റെ വക്കത്തെത്തിയ ഒരു മനുഷ്യനോട് തിരിച്ചടക്കാൻ പറയുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അതിന്റെ വക്കിലേക്ക് നീ പോകരുത്, അതാണ് ഖുർആൻ പറഞ്ഞത്. മൂന്നാമത്തത്, മനുഷ്യന് പിശാച് ദേഷ്യമടക്കി വിടും. പിശാച് പെട്ടെന്ന് മനുഷ്യന് ദേഷ്യമുണ്ടായാൽ പിന്നെ മനുഷ്യൻ സംസാരിക്കുന്നത് അവന്റെ ഇമോഷന്റെ പുറത്ത് വെച്ച്, അവന്റെ റാഷണൽ തിങ്കിങ് ഒക്കെ അതോടുകൂടി അവസാനിച്ചു. എന്താണ് ചിന്തിക്കേണ്ടത് എന്ന വിചാരമൊക്കെ അതോടുകൂടി അവനെ പിന്നെ വിചാരമൊക്കെ അടക്കി നിർത്തി വികാരം സംസാരിക്കുകയാണ്. മൂസാ നബിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇടിച്ചതല്ല, ഇടിച്ചു പോയതാണ്. ഫഖദ അലൈഹി, അയാൾ മരിച്ചുപോയി. എന്നിട്ട് മൂസാ നബി പറയാം, ഹാദാ മിൻ അമലി ശൈത്വാൻ, ഇത് പിശാച് ഏൽപ്പിച്ചാണ്, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. പലപ്പോഴും നമ്മളുടെ കൺട്രോളിലുള്ള ആളുകൾ, നമ്മുടെ അധികാരമുള്ള ആളുകൾ, അവരോട് നമ്മൾ വായിത്തൊന്നൊക്കെ വിളിച്ചു പറയാണ്. ഭാര്യയാണ്, തിരിച്ചൊന്നും പറയില്ല, എന്നാൽ അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയാമെന്ന് ചിന്തിക്കുക. നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ സ്ഥാപന മേധാവികളാണെങ്കിൽ അതിൽ താഴെ പണിയെടുക്കുന്ന കുറെ മനുഷ്യരുണ്ട്, അവരോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യണം. അതൊരു നല്ല ക്വാളിറ്റിയാണെന്ന് വിചാരിക്കരുത്. അലൈഹി, അറിയാതെ ചെയ്തു പോയി, ഷൗട്ട് ചെയ്തു പോയി. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നമ്മുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അവ്വലുഹു ജുനൂൻ വആഖിറുഹു നദം. അതിന്റെ തുടക്കത്തിൽ ഭ്രാന്തമായ ചിന്തകളാണ്, എന്തൊക്കെയോ അങ്ങ് വിളിച്ചു പറയാണ്. വാഹിറുഹു നദം, അവസാനമാണ് അവന് ഖേദം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടായി, ആ സമയത്ത് നിങ്ങൾ വളരെ കോപത്തിൽ നിങ്ങൾ എന്തൊക്കെയോ ടെക്സ്റ്റ് മെസ്സേജ് എഴുതി ഇങ്ങനെ വിടുകയാണ്. ദേഷ്യത്തിലാണ് ടെക്സ്റ്റ് ചെയ്ത് വിട്ടത്. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ആ മെസ്സേജ് പോയിട്ടില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു, അല്ലെങ്കിൽ റേഞ്ച് ഇല്ലായിരുന്നു. ആ മെസ്സേജ് പോയില്ല എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അതേ മെസ്സേജ് തന്നെ വീണ്ടും അയക്കൂ, അല്ല നിങ്ങൾ എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്തായി സോഫ്റ്റായി നല്ല വർത്താനം പറഞ്ഞു കളയാം എന്ന് പറഞ്ഞിട്ട് അയക്കൂ. എല്ലാവരും പറഞ്ഞത് നമ്മൾ രണ്ടാമത്തെ ചൂസ് ചെയ്യുക. കാരണം 1-2-3 മണിക്കൂർ മുമ്പ് ദേഷ്യത്തിൽ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്, ഇത് പോയില്ലല്ലോ എന്നതുകൊണ്ട് നമ്മൾ ഹംദ് പറയണം. മനുഷ്യൻ അങ്ങനെയാണ്. പിശാച് വന്ന് ദേഷ്യം അങ്ങ് ഇളക്കി വിടുമ്പോഴേക്കും മനുഷ്യൻ എന്തൊക്കെയോ പറഞ്ഞു പോവാണ്. മൂന്നാമത്തത് അതാണ്. നാലാമത്തത്, പിശാച് മനുഷ്യന് വസ്വാസം ഉണ്ടാക്കും. നമ്മൾ ഏറ്റവും ഖുർആനിന്റെ അവസാനത്തെ സൂറത്ത് ഏതാണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ സൂറത്തിന്റെ പ്രമേയം ഒറ്റൊന്ന് മാത്രമാണ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസായ പിശാചിന്റെ വസ്വാസിനെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടുകയാണ്. നമ്മൾ ആ ഖന്നാസ് ആരാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. വസ്വാസമൊക്കെ നമുക്ക് വേണ്ടുപോലെ ഉണ്ട്, ഈ ഖന്നാസ് ആരാണ് നമുക്ക് മനസ്സിലായില്ല. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. പണ്ഡിതന്മാർ പറയാണ്, പിശാചിന്റെ ഒരു വീക്ക്നെസ് ആണ് അത് പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെയെങ്കിലും മനുഷ്യൻ ഓർമ്മ വന്നാൽ
ഖന്നാസ് എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ പിശാച് ചുരുങ്ങും, ഉൾവലിയും, പിന്തിരിഞ്ഞോടും. അതാണ് ഖന്നാസ്. പക്ഷെ നമുക്ക് അള്ളാഹിനെ കുറിച്ച് ഓർമ്മയില്ല. നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. ആ സമയത്ത് നിൽക്കാൻ കഴിയാതെ നമ്മൾ ചില ആനിമേഷൻ വീഡിയോയിലൊക്കെ ഇന്ന് പിശാചിനെ കുറിച്ച് കാണാറുണ്ട്. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ശരിക്കും തോന്നും അതിനേക്കാൾ കൃത്യമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. ആ സമയത്ത് അവൻ ഇല്ലാണ്ടായി പോകും. പക്ഷെ നമുക്ക് ദേഷ്യം വരുമ്പോൾ, തിന്മയെക്കുറിച്ചുള്ള ചില വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില എന്താ പറയാ മനുഷ്യന്റെ കൺട്രോൾ പോകുമ്പോൾ ആളുകൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കാറില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തിൽ സംസാരിച്ച 2 വ്യക്തികളോട് പറയാണ്, നീ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞു നോക്കൂ. അവനങ്ങനെ പറഞ്ഞു നോക്കി, പിന്നെ അവന് പ്രശ്നമല്ല. നമ്മൾ ആലോചിച്ച് നോക്കി. ഇതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വസ്വാസ് ഉണ്ടാക്കും പിശാച്, പക്ഷെ ആ വസ്വാസ് നമ്മൾ പെട്ടുപോകരുത്. ഫഇമ്മ യൻസഗന്നക ശൈത്താൻ, ഒന്ന് വസ്വാസാണ് ഖുർആൻ ഉപയോഗിച്ച പദം. രണ്ടാമത്തത് നസഗ്. ഫഇമ്മ യൻസഗന്നക ശൈത്താൻ, പിശാച് നിങ്ങൾക്ക് നസഗ് ഉണ്ടാക്കും. എന്താണ് നസഗ്? സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്, വനസഗ ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി, പിശാച് എന്റെയും സഹോദരങ്ങൾക്കിടയിലും നസഗ് കുഴപ്പമുണ്ടാക്കിയതാണ്. പലപ്പോഴും ഒരുപക്ഷെ സൂറത്ത് യൂസുഫ് തരുന്ന ഏറ്റവും നല്ല മനോഹരമായ പാഠങ്ങളിൽ ഒന്ന്, നമ്മുടെ സഹോദരങ്ങളോടാണ് നമുക്ക് പലപ്പോഴും കുഴപ്പമുണ്ടാവുക. ഒരുമിച്ച് നടന്ന സഹോദരനാണ്, തെറ്റിപ്പിരിഞ്ഞു, നല്ല പാർട്ണറായിരുന്നു, കച്ചവടമൊക്കെ വളർന്നു, അപ്പോഴാണ് തെറ്റിയത്. ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, ഒരുപക്ഷെ നമ്മുടെ അയൽക്കാരൻ നന്നായി പോയാൽ നമുക്ക് വിഷമമില്ല. നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ കോടീശ്വരൻ, ഇപ്പൊ എലൻ മസ്കിന് ഒരുപാട് കോടികൾ ഉണ്ടാകുന്നുണ്ട്, നമുക്കാർക്കും വിഷമമില്ലല്ലോ. പക്ഷെ നമ്മുടെ സഹോദരനൊന്ന് നന്നായി പോയാൽ, നമ്മുടെ കൂട്ടുകാരനൊന്ന് പച്ച പിടിച്ചു പോയാൽ, അപ്പോഴേക്കും മനുഷ്യന് വല്ലാതെ ദേഷ്യം വരാൻ. നസഗ്, പിശാചിന്റെ ഒരു തന്ത്രമാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മനുഷ്യൻ എത്രമേൽ വലിയ അസൂയക്കാരനാണ്. അവൻ അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു ഖദറാക്കിയത് മാത്രമാണല്ലോ ഈ ലോകത്ത് നടക്കുന്നത്, അവൻ അതാണ് വിധിച്ചത്, എനിക്കിതാണ് വിധിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മനുഷ്യൻ എവിടെയാണ് അസൂയ ഉണ്ടാവുക? അത് മനസ്സിലാകുന്നില്ലല്ലോ. നാലാമത്തത് പിശാച് നമുക്ക് തരുന്ന നസഗാണ്. അഞ്ചാമത് ഖുർആൻ പറയുന്നുണ്ട് ഖുതുവാത്തി ശൈത്വാൻ, പിശാചിന്റെ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പിശാച് ഒരു മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുവരും. ഖുതുവാത്ത് പിശാചിന്റെ ചവിട്ടടികളാണ്, അത് നിങ്ങൾ ഫോളോ ചെയ്യരുത് എന്ന് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാച് ഒരിക്കലും, നമുക്കറിയാം ഒരു മനുഷ്യനെ പെട്ടെന്ന് ഒരു പിശാചിന് കണ്ടുപിടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. വളരെ ഡയറക്റ്റായി ഒരു മനുഷ്യനെ വ്യഭിചരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് വളരെ സ്റ്റെപ്പായി അതിലേക്ക് കൊണ്ടുവരികയാണ്. എന്റെ കൂട്ടുകാരൻ മോശക്കാരനാണ് എന്ന് എനിക്കറിയാം, പക്ഷെ കൂട്ടുകാരനാണല്ലോ മോശം, ഞാൻ നല്ലവനാണല്ലോ എന്ന് ചിന്തിക്കുകയാണ്. കൂട്ടുകാരൻ വിളിച്ചെടുത്തൊക്കെ ആ മനുഷ്യൻ പോവാൻ, അവസാനം കൂട്ടുകാരൻ ചെയ്ത അതേ തിന്മ ഇവനും ചെയ്യാൻ. ഒരാഴ്ച മുമ്പ് ഒരു ഉസ്താദ് ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹത്തെ ഒരു ചെറുപ്പക്കാരൻ വിളിക്കുകയാണ്, ഉസ്താദെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാനും കൂട്ടുകാരും എറണാകുളം ഒരു മസാജ് സെന്ററിൽ പോയതാണ്, കൂട്ടുകാരോടെ പോയതാണ്. അവിടെ വെച്ച് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. 10 പേരുണ്ടാവും, ഒരാളാണ് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഉസ്താദാണ് വിളിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ പോയപ്പോൾ അങ്ങനെയൊന്നും കരുതിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോയി. പ്രിയമുള്ളവർ ആലോചിച്ച് നോക്കും, പിശാചിന്റെ ഓരോ സ്റ്റെപ്പും അങ്ങനെയാണ്. അതിന്റെ തുടക്കം മനസ്സിലാക്കി ഒഴിവാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പിശാച് മനുഷ്യനെ 6 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തിന്മയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വലിയ അത്ഭുതമാണ് പിശാചിന്റെ ഒരു പ്ലാനിങ്. നമ്മൾ ആലോചിച്ചു, നമ്മളെ നരകത്തിലിടാൻ പിശാചിന് പ്ലാൻ ഉണ്ട്. പ്രിയമുള്ളവരെ, ആ പിശാചിനെ എതിരിട്ട് സ്വർഗത്തിൽ കയറാൻ നമുക്കൊരു പ്ലാൻ ഉണ്ടോ? നമ്മൾ അങ്ങനെ പ്ലാനിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു, ഇവനെയും തടുത്തിട്ട് സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവന്റെ ഒന്നാമത്തെ പ്ലാനാണ് മനുഷ്യനെ ഒന്നാമതായി കുഫ്രിലേക്ക് കൊണ്ടുപോവുക. അത് പറ്റിയില്ലെങ്കിൽ ശിർക്ക്, രണ്ടും ഒരുപോലെ തന്നെയാണല്ലോ. അള്ളാഹു അല്ലാത്തവന് ദുആ ചെയ്യുന്നവനും കുഫർ ചെയ്യുന്നവനും ഒരുപോലെയാണ്. ഒന്നാമത് അതാണ് അവൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഒന്നാമത് ഒരുത്തൻ ശിർക്കിലേക്ക് പെട്ടാൽ പിന്നെ ഒരു പ്രശ്നമല്ല, അതിലൂടെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ ബിദ്അത്ത് ചെയ്യിപ്പിക്കുക. നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധു ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ തൗബയൊന്നും ആ മനുഷ്യൻ ചെയ്യില്ല, അതുകൊണ്ട് ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുക രണ്ടാമത്തതാണ്. മൂന്നാമത്തത് വലിയ തിന്മ ചെയ്യിപ്പിക്കുക. അതും വളരെ സ്വാഭാവികം. തൗഹീദുണ്ട്, വളരെ തൗഹീദിന്റെ ആദർശം മുറുകെ പിടിക്കുന്ന ആളാണ്, പക്ഷേ പുതിയ കാർ എടുത്തു, അത് ലോണിലാണ്. പുതിയ കച്ചവടം തുടങ്ങി, അത് ഓടിയെടുത്തതാണ്, പ്രശ്നമില്ലല്ലോ. ഖബായിർ, വലിയ വലിയ തിന്മകൾ ചെയ്യിപ്പിക്കും. മൂന്നാമത്തത് അതാണ്. അതിനും പറ്റിയില്ലെങ്കിൽ നാലാമത്തത് ചെറിയ തിന്മ ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയ്യാക്കും മുഹക്കിറാത്തുദ് ദുനൂബ്, ചെറിയ തെറ്റുകളെ നിങ്ങൾ ഭയക്കണം. നിങ്ങൾ ഒരാൾ മരുഭൂമിയിലേക്ക് പോയി കുറച്ച് ആളുകളോട് ചെറിയ ചെറിയ കമ്പ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അവരെല്ലാം കൊണ്ടുവന്ന കമ്പ് ചെറുതാണെങ്കിലും അത് ഒരുമിച്ച് കൂട്ടിയാൽ അതിന്റെ വലിപ്പം എത്ര ഉണ്ടാവും? അതുകൊണ്ട് ചെറുതെന്ന് നടിക്കല്ലേ, നിങ്ങൾ ചെയ്യുന്നത് ആരോടാണ് എന്ന് നിങ്ങൾ കരുതൂ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതിനും പറ്റിയില്ലെങ്കിൽ 4 പറഞ്ഞല്ലോ. അഞ്ചാമത്തത് ഹലാലായ കാര്യമാണ്, പക്ഷെ അത് തന്നെ നിരന്തരം ചെയ്യിപ്പിക്കും. കാരണം കൂലിയുമില്ല, കുറ്റവുമില്ല, നാളെ ആഖിറത്തിലേക്ക് എന്തെങ്കിലും ബാക്കി വെക്കണ്ടേ എന്ന ചിന്തയില്ല. ഇപ്പൊ നമ്മൾ ആലോചിച്ചു പോകും, നമ്മുടെ സ്ക്രീൻ ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാർത്തകൾ കാണാൻ, വാർത്ത തെറ്റല്ലോ, നമ്മൾ വാർത്തകൾ അറിയണല്ലോ എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. 10-15 റീൽസൊക്കെ വാർത്തകൾ ഇങ്ങനെ കാണാം.
നമ്മൾ തെറ്റിദ്ധരിക്കരുത്. 10 പ്രാവശ്യം റീൽസ് കണ്ട തൗഹീദുള്ള മനുഷ്യനല്ലേ, 11ാമത്തത് നല്ലൊരു തൗഹീദി പ്രഭാഷണം കൊടുത്തു കളയാം എന്നൊരിക്കലും സോഷ്യൽ മീഡിയ ചിന്തിക്കൂല. അതിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. ഇത് നമ്മുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത ആളുകളല്ലല്ലോ. പലപ്പോഴും ആളുകൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളുടെ ആഗ്രഹവും നമ്മുടെ താല്പര്യവും ഒന്നാമത് അറിയുന്നത് പിശാചിനാണ്, രണ്ടാമത്തത് ഈ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതത്തിനാണ്. നമുക്ക് എന്താണ് ഇഷ്ടം അതിനറിയാം, അത് തന്നെ തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ നമ്മളെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കുകയാണ്. നമ്മുടെ സമയമൊക്കെ വേസ്റ്റ് ആയി പോവാണ്. ഇത് പിശാചിന്റെ തന്ത്രമാണ്. അതേ തന്ത്രം ഉപയോഗിച്ചപ്പോൾ ആളുകൾക്ക് വലിയ ലാഭം കിട്ടി എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. 6ാമത്തത് അൽ മഫ്ദൂൽ, ഏറ്റവും നല്ലത് ചെയ്യുന്നതിന് പകരം ഏറ്റവും മഫ്ദൂലായത്, നന്മ കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. നന്മ തന്നെ ആയിരിക്കും, സുബഹിക്ക് പള്ളിയിൽ പോകണം, പക്ഷെ പള്ളിയിൽ പോയി അത്ര ഖുശൂ കിട്ടൂല. വീട്ടിൽ നിസ്കരിച്ചാൽ കുറച്ച് റാഹത്തുണ്ട് എന്ന് കരുതുക മനുഷ്യന്മാർ. അങ്ങനെ കരുതി വീട്ടിൽ നിസ്കരിക്കാം. എത്രത്തോളം ഒരു പിശാചിന്റെ കെണിയെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, 70 നന്മകൾ പിശാച് കൽപ്പിക്കും. ഇതാരാണ്? ദായിയെ കുറിച്ചിട്ടല്ല, പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. 70 നന്മകൾ കൽപ്പിക്കും. അവന്റെ ആഗ്രഹം 71ാമത്തെ ഒരു തിന്മ അവനവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ തെറ്റു പറഞ്ഞാൽ ഈ പാവം പോവില്ല. 70 നന്മയിലൂടെ 71ാമത്തെ തിന്മയിലേക്ക്. എന്താണ് അവന്റെ പ്ലാനിങ്ങിന്റെ ഒരു കൃത്യത നമ്മൾ ആലോചിച്ചു. ഇതിനെക്കുറിച്ച് കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ചുള്ള ബോധ്യവും നമുക്ക് ഉണ്ടാവണം. 6ാമത് പറയുന്നുണ്ട്, 6ാമത്തത് അവൻ പ്രോമിസ് ചെയ്യും. പിശാച് നമ്മളോട് പ്രോമിസുകൾ ചെയ്യും, വാഗ്ദാനങ്ങൾ ചെയ്യും. യഅദുഹും വയുമന്നീഹിം വമാ യഅദുഹുമു ശൈത്വാനു ഇല്ലാ ഗുറൂറ. വിശുദ്ധ ഖുർആൻ പറയാണ്, പിശാച് നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനം തരും, മോഹിപ്പിക്കും. നിങ്ങൾ സ്വതക്ക കൊടുത്തോളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ സ്വതക്ക കൊടുത്താൽ നിങ്ങളുടെ ശമ്പളം തീർന്നു പോകുമല്ലോ. നിങ്ങൾ വീട് പണി, പലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് ആളുകൾ സ്വതക്ക ചോദിച്ചിട്ട് ഒരു 500 അല്ലെങ്കിൽ ഒരു 100 ഒരു 200 പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോഴാണ് മനുഷ്യന് എല്ലാ പ്രാരാബ്ധതയും മനസ്സിലേക്ക് ഓടി വരിക. വീടിന്റെ പണി നടക്കാനുണ്ട്, പെങ്ങളെ കെട്ടിക്കാനുണ്ട്, മോടെ കല്യാണമുണ്ട്, വിദ്യാഭ്യാസ ചെലവുണ്ട്. ഈ 500 കൊടുത്ത് എന്തെങ്കിലും തടസ്സം ഉണ്ടാകും? നമ്മൾ ആലോചിച്ചു. ഈ 100 കൊടുത്താൽ അത് കഴിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയാൽ ബില്ല് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത് തടയാൻ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. യഅദുഹും, അവൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ വാഗ്ദാനം തന്നെ പിശാച് നാളെ ഖിയാമത്ത് നാളിൽ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, പടച്ചോൻ നല്ല നല്ല വാഗ്ദാനം ചെയ്തിട്ടില്ലേ, നിങ്ങളൊരു 500 കൊടുക്കൂ, അള്ളാഹു നിങ്ങൾക്ക് 10 ഇരട്ടി തരുന്നാണ് പറയുന്നത്. 10 ഇരട്ടി തരും. അതുകൊണ്ടല്ലേ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ അത്ഭുതമാണ്. അദ്ദേഹം എങ്ങനെയാണ് കോടീശ്വരനായത് എന്ന് പണ്ഡിതന്മാർ വളരെ ആറ്റിക്കുറിക്ക് ഒരു വരിയിൽ ഒതുക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കച്ചവടം ചെയ്തിട്ട് കോടീശ്വരനായ മനുഷ്യനല്ല. അദ്ദേഹം കച്ചവടം ചെയ്തു, സ്വതക്ക കൊടുത്തിട്ട് കോടീശ്വരനായി എന്നാ പറയുന്നത്. സ്വതക്ക കൊടുത്തിട്ട് ഒരു മനുഷ്യൻ കോടീശ്വരനാവും, അങ്ങനെ ആവും, കൊടുത്താൽ തിരിച്ചു കിട്ടും എന്ന നീയത്തുള്ള മനുഷ്യൻ അങ്ങനെ ആവും. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കുറേ സമ്പത്തൊന്നുമില്ല, എല്ലാം മക്കയിൽ ഇട്ടിട്ടാണ് മദീനയിലേക്ക് വന്നത്. കുറച്ച് പൈസ കിട്ടിയപ്പോൾ കച്ചവടം തുടങ്ങിയതാണ്. സ്വതക്ക കൊടുത്തിട്ട് കോടീശ്വരനായി എന്നാണ്. റബ്ബാഹു ബിസ്സദഖ, സ്വതക്ക കൊടുത്തിട്ട് വളർന്നു പോയൊരു മനുഷ്യൻ. ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അള്ളാഹു നല്ല വാഗ്ദാനം പറഞ്ഞു തന്നില്ലേ. വഅദ്തുകും, ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം പറഞ്ഞു തന്നിട്ടുണ്ട്. ഫഅഖ്ലഫ്തുകും, ഞാനത് തെറ്റിക്കുന്നതിൽ എത്ര വലിയ വീരനാണ് എന്ന് നിങ്ങൾക്കറിയാം. നമുക്കറിയാം, ഇത് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ട് പ്രിയമുള്ളവരെ നമ്മളത് അറിയാതെ പോകുന്നു എന്നതാണ് സങ്കടം. അവൻ പ്രോമിസ് ചെയ്യുമെന്ന് പറഞ്ഞ സൂറത്തുൽ ആറാഫിൽ പറയുന്നുണ്ട്, ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവൻ ചെയ്ത പരിപാടി എന്താണെന്നറിയോ? വഖാസമഹുമാ, അവരോട് സത്യം ചെയ്തു പറഞ്ഞു. ഖസ്മ് നമ്മൾ പറയല്ലോ, ഉഖ്സിം ബില്ലാഹ്, അവരോട് സത്യം ചെയ്തു പറഞ്ഞു, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, നിങ്ങളോട് നല്ലത് പറയുന്ന മനുഷ്യനല്ലേ ഞാൻ. ഖുർആൻ പറയാണ്. ആദമിനോട് പറഞ്ഞു കൊടുത്തു, ഹവ്വയോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഈ ഫലം കഴിച്ചാൽ ഇനിയും കുറെ കാലം നിങ്ങൾക്ക് മലക്കളെ പോലെ ജീവിക്കാം എന്നൊരു ആഗ്രഹം പറഞ്ഞു കൊടുത്തു. ഞാൻ പറയുന്നത്, ഞാൻ നാസിഹാണ്, ഗുണം ആകാംക്ഷിച്ച് പറയല്ലേ ഞാൻ. വഖാസമഹുമാ, അവൻ സത്യം ചെയ്തു പറഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വായിക്കാൻ വൈകിപ്പോയി എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം. 8ാമത് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു തിന്മ ബ്യൂട്ടിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന, ഒരു തിന്മയെ പരമാവധി ഏറ്റവും സൗന്ദര്യമുള്ളതായി, ഏറ്റവും അലങ്കാരമുള്ളതായി പിശാച് കാണിച്ചു. എല്ലാ തിന്മയും അങ്ങനെയാണ്. ഒരു പണ്ഡിതൻ പറഞ്ഞു, എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇന്ന് പല ആളുകളും ഏറ്റവും സുന്ദരിയായ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ വേറെ ആരെങ്കിലേക്കോ അടുക്കലേക്ക് പോവുകയാണ്. ഏറ്റവും വലിയ അത്ഭുതം, അതേ പെണ്ണിന്റെ ഭർത്താവ് ആ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് വേറെ മനുഷ്യരിലേക്ക് പോവാണ് എന്ന് പറഞ്ഞാൽ, സ്വന്തം ഭാര്യയെ കുറിച്ച്, സ്വന്തം കയ്യിലുള്ളതിനെ കുറിച്ചിട്ട് മനുഷ്യന് മതിപ്പില്ല. അതിനേക്കാൾ അന്യന്റേതാകുമ്പോൾ അല്ലെങ്കിൽ തിന്മയാകുമ്പോൾ അതിന് ഏറ്റവും ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ട് പിശാച് കാണിച്ചു കൊടുക്കാൻ. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം, വൈദാ ഖറജത്തിൽ മർഅ, പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ, തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇസ്തശറഫഹ ശൈത്താൻ, പിശാച് പരമാവധി അവളെ ഭംഗിയുള്ളതായി കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ചു. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഫുളൂലുൻ നദർ, നിങ്ങൾ കണ്ണിങ്ങനെ അയച്ചു വിടരുത്. എല്ലാ ഹവാദിസ മുബ്ദാഹ അൻ-നദർ എന്നാണ്. എല്ലാ തിന്മയുടെയും തുടക്കം കാഴ്ച കൊണ്ടാണ്. അത് പെണ്ണ് മാത്രമല്ല,
നമ്മൾ ഇന്ന് ഫുഡ് വ്ളോഗ് കാണുന്ന ആളുകളാണ്. ഒരുപാട് ആളുകൾ വലിയ വലിയ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ആഗ്രഹം വരുന്നില്ലേ? ഒരുപാട് പ്രോഡക്റ്റുകൾ കാണുമ്പോൾ ഏറ്റവും വലിയ അതിന് ഉദാഹരണമാണ് ആപ്പിൾ സീരീസിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ആപ്പിൾ 15 എടുത്തവൻ അന്ന് 15 എടുത്തപ്പോൾ എനിക്ക് വലിയ പ്രൗഢിയായിരുന്നു, ഇന്ന് അവൻ പഴഞ്ചനാണ്. 16ലേക്ക് അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ 17 വാങ്ങിച്ച ഒരുവൻ ഇന്ന് പുതുമയാണ്, 1-2 വർഷം കഴിഞ്ഞ് അവനും പഴഞ്ചനായി അല്ലെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖനാഅത്ത് നഷ്ടപ്പെടുക, കയ്യിലുള്ളത് നഷ്ടപ്പെടുക, കയ്യിലുള്ളതിനെ കുറിച്ചിട്ടുള്ള മഹത്വവും ഒരു സംതൃപ്തിയും മനുഷ്യന് നഷ്ടപ്പെട്ടാൽ പിന്നെ അവന് ദുനിയാവിൽ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. 20,000 രൂപ ശമ്പളം കിട്ടുന്ന മനുഷ്യനാണ്, അവന്റെ പ്ലാൻ 40,000 കിട്ടുന്നതിനെ കുറിച്ചിട്ടാണ്, 50,000 കിട്ടുന്നതിനെ കുറിച്ചിട്ടാണ്. 50,000 ആണ് സാലറി, അവന്റെ ബഡ്ജറ്റ് സാലറി 50,000 ആണെങ്കിൽ ബഡ്ജറ്റ് 1.5 ലക്ഷം ആയിരിക്കും. എത്രയാണോ ഇൻകം അതിന്റെ 3 ഇരട്ടിയാണ് പലപ്പോഴും മനുഷ്യൻ ബഡ്ജറ്റ് വെക്കുക. പുതിയ കാറ് വാങ്ങിച്ചതാണ്, അപ്പോഴാണ് അതിനേക്കാൾ പുത്തൻ കാറ് സൈഡിലൂടെ പോകുന്നത് കണ്ടത്, അതോടുകൂടി സ്വന്തം കാറിന്റെ വില നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മനുഷ്യന് സന്തോഷിക്കാൻ കഴിയില്ല. ഈ അടുത്താണ് നമ്മുടെ എലോൺ മസ്കിനെ കുറിച്ചുള്ള ഒരു വാർത്ത. ബില്യനെയറാണ്, ലോകത്തെ ഏറ്റവും വലിയ ബില്യനെയറാണ്. അയാളുടെ ശ്രമം ട്രില്യനെയർ ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ബില്യന്റെ കുറവേ ഉള്ളൂ, അതും കൂടി ഉണ്ടെങ്കിൽ അതായത് അദ്ദേഹം ട്രില്യനെയർ ആവും. എവിടെയാണ് മനുഷ്യൻ അവസാനിക്കുക? മനുഷ്യന് എലോൺ മസ്കിനേക്കാൾ വലിയ പൈസക്കാരനാവാൻ പറ്റിയില്ല എന്ന് വരാം, പക്ഷേ അദ്ദേഹത്തെക്കാൾ സന്തോഷമുള്ളവനായി സമാധാനം ഉള്ളവനായി മാറാം. എപ്പോൾ? കയ്യിലുള്ളതിനെ കുറിച്ചുള്ള സമാധാനവും സംതൃപ്തിയും ഉണ്ടെങ്കിൽ. ഇത് പിശാച് നശിപ്പിച്ചു കളയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വസയ്യന ലഹും ശൈത്വാനു അഅമാലഹും, എല്ലാ തിന്മയും പരമാവധി സൗന്ദര്യമുള്ളതാക്കി അവൻ കാണിച്ചു കൊടുക്കും. ഇതാണ് പറഞ്ഞത്. ഏഴാമത്തത് മറ്റൊന്ന് പറയാണ്, എട്ടാമത്തതായിട്ട് പറഞ്ഞു തരികയാണ്. പിശാച് മനുഷ്യനെ കൺഫ്യൂഷനിലാക്കി ആക്കി കളയും. അതിന് ഏറ്റവും ഉദാഹരണമായി ഖുർആനിൽ നിന്ന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചു തരികയാണ്. അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു അല്ലാത്ത ആളുകൾ, മമ്പുറത്തെ ഷെയ്ഖിനെ വിളിക്കുന്ന ആളുകളുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന ആളുകളുണ്ട്, ജാറത്തിലേക്ക് പോകുന്നവരുണ്ട്. അവരെ കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞത്? പിശാച് അവനെ ഒരു മരുഭൂമിയിൽ ഇട്ടതുപോലെയാണ്. അവിടുന്ന് എവിടുക്കാൻ പോകേണ്ടത് തിരിയുന്നില്ല, എല്ലാ ഭാഗത്തേക്കും പോകാൻ ഇങ്ങനെ തോന്നുകയാണ്. അള്ളാഹുവിനോട് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. നേരെ ഓടിയത് മമ്പുറം മക്കാമിലേക്കായിരുന്നു, ജാറത്തിലേക്കായിരുന്നു, തങ്ങളുടെ അടുത്തേക്കായിരുന്നു. അവിടെ നിന്ന് റെഡി ആയില്ല, മറ്റൊരു തങ്ങൾ, അവസാനം ജോൽസിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അല്ലെ, നമ്മൾ കേൾക്കുന്ന കഥകളല്ലേ പ്രിയമുള്ളവര്? പിശാച് മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ. അവിടെ തന്നെ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു ഹിദായത്ത് തന്നിട്ട് നമ്മൾ ഈ വലാലത്തിലേക്ക് പോവുകയെ പിശാച് മനുഷ്യൻ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഖുർആൻ പറയാം. അവസാനം ഖുർആൻ പറയുന്ന 10ാമത്തെ പിശാചിന്റെ ഒരു തന്ത്രമായി ഖുർആൻ പറയാണ്, അവൻ തിന്മ കൊണ്ട് കൽപ്പിക്കും, ബിസ്സൂഇ വൽ ഫഹ്ശ, തിന്മ കൊണ്ടും മ്ലേച്ഛമായ കാര്യങ്ങളെ കൊണ്ടും കൽപ്പിക്കും. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കാൻ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്. ഇന്ന് ആളുകൾ ദീനിനെ കുറിച്ച് ഒരു അറിവില്ലാത്ത ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിനെ കുറിച്ച്, ഹദീസിനെ കുറിച്ച്, പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്ത വചനങ്ങൾ പ്രവാചകൻ പറഞ്ഞു അതങ്ങനെ പറയാണ്, വാട്സപ്പിലൂടെ വിടുകയാണ്. നമ്മളത് കിട്ടുമ്പോൾ നമ്മളും അത് പരിശോധിക്കുന്നില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊരു വചനം പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോഴും പഠിക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഹദീസുകളുടെ വിഷയത്തിൽ അണമുറിയാതെ എല്ലാവരും ഏകോപിച്ച് വന്ന ഏറ്റവും പ്രബലമായ ഹദീസ് ഏതാണെന്ന് ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ആരെങ്കിലും എൻ്റെ മേൽ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചുകൊള്ളട്ടെ. ഏറ്റവും പ്രബലമായ ഹദീസിൽ ഒന്നാമത്തത് അതാണ്. ഇത് നമ്മൾ മറന്നുപോയില്ലേ? അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറഞ്ഞ ശിഷ്യന്മാരൊക്കെ പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ശിഷ്യൻ. പ്രവാചകന് ശേഷം ഖുർആൻ ഉറക്കെ ഓതിയ 2ാമത്തെ ആളാരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആണ്. അബൂ മൂസ പറയുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ ഇബ്നു മസ്ഊദിനെ പറ്റി കരുതിയത് ഇബ്നു മസ്ഊദ് പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ്. കാരണം എല്ലാ സമയത്തും ഇബ്നു മസ്ഊദ് ഉണ്ട്. പ്രവാചകൻ പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ്, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിന്റെ മറ നീക്കിയിട്ട് ഉള്ളിലേക്ക് കടന്നു വരാം. അത്രയും സ്വാതന്ത്ര്യം കൊടുത്ത ഒരു സഹാബി. ആരെങ്കിലും ഖുർആൻ അവതരിച്ചതുപോലെ ഓതണോ? ഇബ്നു മസ്ഊദ് ഓതുന്നത് പോലെ ഓതിക്കോളൂ എന്ന് പറഞ്ഞ ഇബ്നു മസ്ഊദിനെ പറ്റി ശിഷ്യന്മാര് പറയാണ്. ഇബ്നു മസ്ഊദിന്റെ ക്ലാസ്സിൽ വർഷങ്ങളോളം നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതുവരെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ആകെ ബേജാറായി. മുസ്തദിരിക്കൻ അദ്ദേഹത്തിന് ബേജാറായി, അദ്ദേഹത്തിന്റെ രൂപമൊക്കെ മാറിപ്പോയി. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് തിരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഖരീബൻ മിൻ ഹാദാ ഖാല റസൂലുള്ളാഹ്, ഒരുപക്ഷെ പ്രവാചകൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് അദ്ദേഹം പേടി കൊണ്ട് തിരുത്തി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വടിയിലേക്ക് ഞാൻ നോക്കി, അദ്ദേഹത്തിന്റെ വടി പോലും വിറക്കുന്നുണ്ടായിരുന്നു പ്രവാചകന്റെ ഹദീസ് പറഞ്ഞതിന്റെ പേരിൽ. നമ്മൾ ആലോചിച്ചു, ആരാണ് ഇബ്നു മസ്ഊദ്? പ്രവാചക ശിഷ്യന്മാര് പറയുന്നുണ്ട്, നമ്മൾ തടയപ്പെട്ടപ്പോൾ
ഇബ്നു മസ്ഊദിന് അനുമതി കൊടുത്തിരുന്നു പ്രവാചകൻ എന്നാണ്. നമുക്ക് കിട്ടാത്ത അവസരങ്ങളിൽ പോലും ഇബ്നു മസ്ഊദ് കൂടെ ഉണ്ടായിരുന്നു എന്ന്. പ്രവാചകനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുമായിരുന്നു. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് ഖാല റസൂലുള്ളാഹ് എന്ന് പറയാൻ പേടിയായിരുന്നു. നമുക്ക് പ്രവാചകൻ പറഞ്ഞു എന്ന് ഏത് ഹദീസ് പറയാൻ ഒരു പേടിയില്ലാതായി പോവാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മൾ പഠിക്കണം. അവരിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിനോട് നമ്മൾ പരമാവധി പ്രാർത്ഥിക്കണം. അള്ളാഹു പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി നമ്മുടെ ദീൻ സലാമത്താക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. وقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്: ഇന്നല്ലാഹ അമറ യഹ്യ ബിൻ സക്കരിയ, യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു ബിഖംസി കലിമാത്തിൻ 5 കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യഹ്യ നബി അത് ജനങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നീട് ഈസാ നബി വന്നു. ഈസാ നബിയും യഹ്യ നബിയോട് പറയാണ്: ഇന്നല്ലാഹ അമറക, താങ്കളോട് പഠിച്ചോൻ 5 കാര്യം പറഞ്ഞില്ലേ, അത് ജനങ്ങളോട് പറഞ്ഞില്ലല്ലോ, ഞാൻ പറയട്ടെ. യഹ്യ നബി പറഞ്ഞല്ലേ, ഞാനാണ് പറയാൻ അർഹൻ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു ഒരുപക്ഷെ എന്നെ ശിക്ഷിച്ചേക്കും, ഞാൻ പറയാം. ജനങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി. ഫജമഅ അന്നാസ് ഫീ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസ് ഒന്നാകെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയെന്നാണ്. അവർക്ക് ഒരു ഉയരത്തിൽ കയറി പറയേണ്ടി വന്നു എന്ന് ഹദീസിൽ കാണാം. 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മുഴുവൻ പറയാൻ സമയമില്ല. അതിൽ ഒന്നാമത് യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അല്ലാ തുശ്രികൂ ബിഹി, നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്ന് ഒന്നാമത് പറഞ്ഞു കൊടുത്തു. ശിർക്ക് ചെയ്യുന്നത് എത്രത്തോളം ഗൗരവമാണ്. നിങ്ങളിൽ ഒരാൾ ഒരു അടിമയെ കൊണ്ടുവന്നു, ഒരു സർവന്റിനെ വാങ്ങിച്ചതാണ്, ആളുകളെല്ലാം അവനെ ഗോണിക്കുന്നു, നിങ്ങൾ അവഗണിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ഹദീസ് പറയാം. രണ്ടാമത്തത് ഇന്നല്ലാഹ അമറക്കും ബിസ്സലാം, നമസ്കാരം കൊണ്ട് അള്ളാഹു നിങ്ങളെ കൽപ്പിച്ചു. നിങ്ങൾ നമസ്കാരത്തിൽ വലാ തൽതഫിതു, അള്ളാഹനെ തൊട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകല്ലേ എന്നാണ്. നമ്മൾ നമസ്കരിക്കാറുണ്ട് പലപ്പോഴും, പക്ഷേ അള്ളാഹു അല്ലാത്ത എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അള്ളാഹുവിനെ മാത്രം നമസ്കാരത്തെ നമുക്ക് ഓർമ്മ വരാറില്ല. എന്നിട്ട് ഹദീസ് പറയുന്നുണ്ട്, ഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബദിൻ, അള്ളാഹു ഒരു അടിമയുടെ നേർക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ തിരിച്ചു നിൽക്കുകയാണ്, അവന്റെ ഖേദങ്ങളും അവന്റെ വിഷമങ്ങളും കേൾക്കാൻ. മനുഷ്യൻ നിസ്കാരത്തെ വന്നിട്ട് മൊത്തം ഓർക്കുന്നത് ദുനിയാവിനെ കുറിച്ചാണ്. ഈ ദുനിയാവിന്റെ സങ്കടം അള്ളാഹിനോടൊന്ന് പറഞ്ഞാൽ പോരെ, അത് കേൾക്കാൻ അള്ളാഹു മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയല്ലേ. പക്ഷെ അവൻ ചിന്തിക്കുന്നതൊക്കെ ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അള്ളാഹിനോട് ഇത് ഒന്ന് പറയാൻ മറന്നുപോവാണ്. എപ്പോഴാണോ അവൻ അള്ളാഹുവിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നത്, അപ്പോൾ അള്ളാഹു തിരിഞ്ഞു കളയും എന്നാണ് ഈ ഹദീസ് പറയുന്നത്. ഇത് രണ്ടാമത്തതാണ്. അവസാനത്തെ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ഇന്നല്ലാഹ അമറക്കും ബിദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നിങ്ങൾ മറന്നു പോകല്ലേ. എപ്പോഴാണോ അള്ളാഹുവിന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നത്, ആ ഗ്യാപ്പിലേക്ക് പിശാച് വന്ന് കയറും. എപ്പോഴാണോ നിങ്ങൾ ഓർക്കുന്നത്, അതേ ഗ്യാപ്പിൽ പിശാച് ഇറങ്ങി പോവുകയും ചെയ്യും. ഇത് നമ്മൾ പഠിക്കണം. അദ്ദേഹം അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞു. ഒരാൾ നിങ്ങളെ പിന്തുടർന്ന് ഫോളോ ചെയ്യാണ്, ഒരു ശത്രു ഫോളോ ചെയ്ത് നിങ്ങളെ പിടിക്കാൻ വരികയാണ്. പെട്ടെന്ന് നിങ്ങൾ ഏറ്റവും ശക്തമായ ഒരു കോട്ടയിലേക്ക് കയറിയാൽ പിശാച് എത്ര തന്നെ നിസ്സഹായനായി പോവുമോ, അതുപോലെയാണ് പിശാച് പിറകിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള സമയത്ത് അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിആദ തേടിയാൽ നിങ്ങളൊരു കോട്ടയിൽ കയറിയത് പോലെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മൾ അറിയണം. പിശാച് നമ്മുടെ ദുനിയാവും ആഖിറവും ഒരുപോലെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് രണ്ടും നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹു പല വഴിയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളും തിരിച്ചറിയാൻ, അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹു വിളിക്കുന്ന സ്വർഗത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ കുടുംബത്തോടെ കയറി ചെല്ലാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ രോഗങ്ങൾ കൊണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന
നമ്മുടെ എല്ലാ സഹോദരങ്ങളുടെയും ബുദ്ധിമുട്ട് അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ, അവരുടെയൊക്കെ പരലോക ജീവിതം അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഇണകളില്ലാതെ കഷ്ടപ്പെടുന്നവർ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ.